തൽക്കാല നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല. സംസ്ഥാനത്ത് ഇന്നലത്തെ ഉപയോഗം 104.64 ലക്ഷം യൂണിറ്റാണ്. പീക്ക് ഡിമാൻഡ് 5384 മെഗാവാട്ടിലെത്തി. ഇന്നലെ വളരെ കൂടി. നാളെ ഇതിലുള്ള റെക്കോർഡ് വൈദ്യുതി ഉപയോഗം പീക്ക് ഡിമാൻഡും ഉണ്ടായത് 2024 വേനൽക്കാലത്താണ്. അന്ന് ഉണ്ടായ പ്രതിദിന ഉപയോഗം 114 ദശലക്ഷം യൂണിറ്റും പീക്ക് ഡിമാൻഡ് 1830 മെഗാവാട്ടുമാണ്. നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. 600 മെഗാവാട്ട് വരെ പീക്ക് ഡിമാൻഡ് വന്നാലും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ മുൻകരുതലുകളും ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട്. അധിക വൈദ്യുതി ആവശ്യം നിറവേറ്റുന്നതിന് 700 മെഗാവാട്ടിൻ്റെ സാപ്പ് കരാറും 300 മെഗാവാട്ടിൻ്റെ ഹ്രസ്വകാല കരാറിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി വരുന്ന പ്രതിദിന മാർക്കറ്റിൽ നിന്നും കണ്ടെത്തുന്നതിനാണ് കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് കൂടുതൽ വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതാണ്. ഇത് സംബന്ധിച്ച് ഒരു ഉന്നതതല യോഗം വിളിക്കുന്നതിന് ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്ഥിതി. അല്ല, ഇപ്പോൾ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. വെച്ചാൽ ഗ്യാസിൻ്റെ കുറവ് കൊണ്ട് ആളുകൾ അതിൽ പോകുമ്പോൾ നമ്മളതിന് പറയുന്നതിനൊരു ലിമിറ്റുണ്ട്. എന്നാലും കഴിയുന്നത്ര നിയന്ത്രിച്ചാൽ ആവശ്യമില്ലാത്ത സമയത്ത് ബൾബിട്ടിട്ട് പോകുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, ഫാനിട്ടിട്ട് പോകുന്നത്, അതൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്നാണ് എനിക്ക് ചുരുക്കം. അവർക്കും നല്ലതാണല്ലോ, ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, നമ്മളതിൽ കരാറിൽ നേരത്തെ ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തികയുന്നതാണ് വിശ്വാസം. ഇനി അഥവാ എന്തെങ്കിലും തകരാറ് വന്നാൽ പീക്ക് അവറിൽ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ മേടിക്കാനും തീരുമാനിക്കും. ഇപ്പോൾ സാഹചര്യം ഇപ്പോൾ 600 മെഗാവാട്ട് വരെ നമുക്ക് കൊണ്ടുപോകാനുള്ള നമ്മുടെ കയ്യിലുണ്ട്. 600 മെഗാവാട്ട് വരെയുള്ള മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നുള്ള കരാറ് നമ്മൾ ഈ എക്സസ് ഉണ്ടാകുമ്പോൾ കൊടുത്തത് തിരിച്ചു കിട്ടുന്നത് ഇതൊക്കെ വെച്ചിട്ട് നമുക്കതിൻ്റെ ഗുണം കിട്ടും. ഇല്ല, 600 മെഗാവാട്ട് വരെ നമുക്ക് പോകാൻ സാധിക്കും. അതാണ് ഇപ്പോൾ ഏറ്റവും മാക്സിമം കൂടിയിരിക്കുന്നത് 2014 5830 മെഗാവാട്ടാണ് പീക്ക് ഡിമാൻഡിൽ. ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഉപയോഗിക്കുമ്പോൾ നമുക്കതിന് തടയിടാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. അതെ, ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം തീർന്നു എന്ന് പറയണമെന്ന് ഇന്ന് റഷ്യയിൽ മറ്റേ സൂയസ് കനാലിൽ കൂടെ വിടാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. വരുന്നുള്ളൂ. നമ്മുടെ ഇന്ത്യൻ കപ്പലുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രശ്നം തീരും. ഇല്ല, എന്നാലും വലിയ ഇപ്പോൾ ഒരു കൺട്രോൾ പൊതുവേ വന്നിട്ടില്ലല്ലോ. ഇല്ല, എന്നാലും നമുക്ക് അത്ര ഇഞ്ചക്ഷൻ കുക്കറൊന്നും അത്ര ഇതായിട്ടില്ലല്ലോ. അത് നമുക്ക് രക്ഷപ്പെടാൻ തോന്നണം. അപ്പോൾ നിങ്ങളൊരു എല്ലാ പവർത്തിൻ്റെ ഷോർട്ടേജേ നമുക്ക് എങ്ങനെ മേടിക്കണം, പീക്ക് അവറിൽ മേടിക്കേണ്ടത് എങ്ങനെയാണ്, ഓപ്പൺ മാർക്കറ്റിൽ മേടിക്കണോ, അത് നമുക്ക് അത്രയും വില കുറച്ച് കിട്ടാൻ. ഇപ്പോൾ വിലയൊക്കെ കൂടുതൽ കിട്ടി മേടിച്ചത് നമ്മളൊരു നിയന്ത്രണം കൊണ്ടുവന്നപ്പോഴാണല്ലോ വില കുറച്ചായി കൊണ്ടുവന്ന്. ഇപ്പോൾ പകൽ സമയത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗത്തിന് ചാർജ് കമ്മിയാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ആരും ഒരു വാർത്ത കൊടുത്തില്ല. കുറച്ചു കാലമായി അതൊരു വാർത്തയല്ലേ. എന്തോ ഒരു ദിവസം ഒരു 10 മിനിറ്റ് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ടായ വാർത്തയാവും. പീക്ക് അവറിൽ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, ഇല്ല, ഇപ്പം ഇല്ല. ഇന്ന് വൈകുന്നേരം തീരുമാനിക്കും. അല്ലല്ല, ഓൺലൈനിലോ അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും. ഇന്ന് വൈകുന്നേരം ക്യാബിനറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ തീരുമാനിക്കും.